ഹായ് ഫ്രണ്ട്സ്, എങ്ങനെ സ്വിംഗ് ട്രേഡ് ബെറ്ററായിട്ട് ചെയ്യാം എന്നുള്ള വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടാണിത്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണ് താങ്കളെങ്കിൽ താങ്കൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ തീർച്ചയായും കാണണം, എങ്കിലേ കുറച്ചുകൂടെ കണ്ടിന്യൂറ്റി കിട്ടത്തുള്ളൂ. ശരിക്കും ഫസ്റ്റ് വീഡിയോ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്താണ്. അപ്പം എൻ്റെ വാളിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും അത് കണ്ടെത്താൻ സാധിക്കും. സോ നമുക്കിന്ന് കൂടുതൽ മുഖവുര വേണ്ട. കാര്യം എന്ന് വെച്ചാൽ ഈ മുഖവുരയ്ക്കുള്ള സമയം കൂടെ 1-2 ചാർട്ട്സ് കാണിക്കാൻ പറ്റുവാണെങ്കിൽ ദാറ്റ്സ് എ ബെസ്റ്റ് തിങ്. ശരിക്കും പറഞ്ഞാൽ നമുക്കിന്ന് അടുത്ത 5 കാര്യങ്ങൾ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ 5 കാര്യങ്ങൾ വിത്ത് എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. ഇന്ന് അടുത്ത 5 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ ടെക്നിക്കലിനെക്കുറിച്ചും ഫണ്ടമെൻ്റലിനെക്കുറിച്ചും ബിഹേവിയറിനെക്കുറിച്ചുള്ള ഒരു വലിയൊരു ക്ലാസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക് prosif23@gmail.com മെയിൽ ചെയ്താൽ ഞാൻ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഇന്ന് ആദ്യം പറയുന്നത് പുൾ ബാക്കിനെ കുറിച്ചാണ്. നിങ്ങൾ മിക്കവർക്കും അറിയാം പുൾ ബാക്ക് എന്താണെന്ന് അറിയാൻ സാധിക്കും. സോ പുൾ ബാക്കിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് പുൾ ബാക്ക് കംപ്ലീഷനും, 2 പുൾ ബാക്ക് കംപ്ലീഷൻ ക്യാൻഡിലും. ശരിക്കും പുൾ ബാക്ക് കംപ്ലീഷൻ എന്ന് വെച്ചാൽ സ്റ്റോക്കർ ബ്രേക്കൗട്ടിൽ പോയിട്ട് പതുക്കെ ഇറങ്ങി താഴെ വന്നതിന് ശേഷം സ്റ്റോക്ക് ഒന്ന് സ്റ്റേബിളാകാൻ ശ്രമിക്കുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു സ്ട്രോങ് ക്യാൻഡിൽ ഒന്ന് സ്റ്റോക്ക് തിരിച്ച് കയറി പോകുന്നു. ശരിക്കും അപ്പം ആക്സിലറേഷൻ ആൻഡ് എന്താ പറയേണ്ടത്, റെസ്റ്റിംഗ് ഉള്ള കൺസെപ്റ്റാണ് വരുന്നത്. സ്റ്റോക്ക് ഒന്ന് ആക്സിലേറ്റ് ചെയ്യും, സ്റ്റോക്ക് റെസ്റ്റ് ചെയ്യും, വീണ്ടും ആക്സിലേറ്റ് ചെയ്യും, സ്റ്റോക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യും. ശരിക്കും സോ ഇതാണ് ബേസിക് ഒരു കൺസെപ്റ്റ്. ശരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ചാർട്ടിലേക്ക് നമുക്ക് കിടക്കാം. പുൾ ബാക്ക് എന്ന് വെച്ചാൽ ശരിക്കും സ്റ്റോക്ക് ഒന്ന് കയറും, ആക്സിലേറ്റ് ചെയ്യും, സ്റ്റോക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യും, വീണ്ടും സ്റ്റോക്ക് ആക്സിലേറ്റ് ചെയ്യും, സ്റ്റോക്ക് വീണ്ടും റെസ്റ്റ് ചെയ്യും, വീണ്ടും സ്റ്റോക്ക് ആക്സിലേറ്റ് ചെയ്യും, വീണ്ടും സ്റ്റോക്ക് റെസ്റ്റ് ചെയ്യും. ഈ ഒരു കൺസെപ്റ്റിനെ, ഇങ്ങനത്തെ ഈ പ്രവണതയെ പറയുന്ന, ഈ ഫിനോമിനെ പറയുന്ന പേരാണ് പുൾ ബാക്ക്. പുൾ ബാക്ക് കണ്ടമാനം പഠിക്കാനുണ്ട്. പുൾ ബാക്കിലെ സ്റ്റേജസ് ഓഫ് പുൾ ബാക്ക് പഠിക്കാനുണ്ട്. പുൾ ബാക്കിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെച്ചേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പുൾ ബാക്കിൽ വരുന്ന ഈ റെസ്റ്റിംഗ് പോയിന്റിലെ ഉള്ള കോൺഫ്ലുവൻസസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ശരിക്കും എന്നാലും ഞാൻ ജസ്റ്റ് നിങ്ങളോട് 1-2 എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മുടെ ഇപ്പോൾ ഉള്ള ചാർട്ടിൽ എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ ചാർട്ടിൽ എന്താ സംഭവിച്ചത്? സ്റ്റോക്ക് കയറി, പുൾ ബാക്കിൽ വന്നു, വീണ്ടും കയറി, വീണ്ടും പുൾ ബാക്ക് വന്നു, വീണ്ടും കയറി, വീണ്ടും പുൾ ബാക്ക് വന്നു, വീണ്ടും കയറി, ഇങ്ങനെ സ്റ്റോക്ക് പോയിക്കൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് എവിടെയെല്ലാം പുൾ ബാക്ക്, നോർമൽ കേസിൽ പുൾ ബാക്ക് കംപ്ലീഷൻ നടക്കുന്നത് നോർമൽ കേസിൽ ഒന്നുകിൽ ഡബിൾ ബോട്ടം ലെവലിലായിരിക്കും, അല്ലെങ്കിൽ പ്രീവിയസ് ബ്രേക്കൗട്ട് സോണിലായിരിക്കും, അല്ലെങ്കിൽ ഫിബോനിച്ചി ലെവലിലായിരിക്കും, അല്ലെങ്കിൽ EMAയിലുള്ള ഏതെങ്കിലും സപ്പോർട്ടിലായിരിക്കും പുൾ ബാക്ക് കംപ്ലീഷൻ നടക്കുന്നത്. ശരിക്കും നോർമൽ കേസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നോക്കുക. നമുക്ക് ഇവിടെ എന്താ സംഭവിച്ചത്? ഇതൊരു ഡബിൾ ബോട്ടത്തിലാണല്ലേ സപ്പോർട്ട് എടുത്തത്. സ്റ്റോക്ക് വന്ന് ആദ്യം ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തു. ഒരു ബോട്ടം അല്ല, ഇറ്റ്സ് ട്രിപ്പിൾ ബോട്ടം എന്ന് പറയാം. കുറേ ബോട്ടംസ് ഉണ്ട് ഈ ഭാഗത്ത്. സ്റ്റോക്ക് വന്ന് ആദ്യം സപ്പോർട്ട് എടുത്തു, സ്റ്റോക്ക് ആക്സിലേഷൻ കഴിഞ്ഞു, തിരിച്ച് പുൾ ബാക്ക് വന്ന് സ്റ്റോക്ക് അവിടെ തന്നെ സപ്പോർട്ട് എടുത്തിട്ട് സ്റ്റോക്ക് കയറിപ്പോയി. ശരിക്കും അപ്പോൾ ഇത് ഫസ്റ്റ് ലെവൽ ഓഫ് ഇത് ഒരു ലെവൽ ഓഫ് പുൾ ബാക്കാണ്. ശരിക്കും ഇപ്പം എല്ലാ കേസിലും ഡബിൾ ബോട്ടത്തിൽ സപ്പോർട്ട് എടുക്കണമെന്നില്ല, എല്ലാ കേസിലും ബ്രേക്കൗട്ടിൽ നിന്ന് സപ്പോർട്ട് എടുക്കണമെന്നില്ല. സ്റ്റോക്കിൻ്റെ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നമ്പർ ഓഫ് ക്യാൻഡിൽസ് ഓഫ് പുൾ ബാക്കിൻ്റെ കംപ്ലീഷനും ബേസിക്കലി. അതിനുശേഷമുള്ള അടുത്ത പുൾ ബാക്ക് എവിടെ വന്നിരിക്കുന്നത്? അടുത്ത പുൾ ബാക്ക് വന്നത് ഈ ലെവലിലാണ് പുൾ ബാക്ക്. സ്റ്റോക്ക് നേരെ താഴെ വന്നിട്ട് ഈ ലെവലിൽ നിന്ന് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തു. ഈ ലെവലിൽ സപ്പോർട്ട് എടുക്കാൻ കാര്യം എന്താ? ശരിക്കും നമുക്കൊരു ഫിബോനിച്ചി ഇട്ട് നോക്കാം. ഈ ലെവലിൽ ഫിബോനിച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. സോ ഫിബ് ലെവൽ നമ്മൾ ഈ ലെവലിൽ നിന്ന് എടുത്തു, നമ്മൾ ഈ ലെവലിൽ ഫിബ് ഇട്ടു, ഫിബ് പോയി. ശരിക്കും ഈ ലെവൽ ഒരു എക്സാക്ട് ലെവൽ ഇതാണ് നോക്കാം. ആ ലെവലിൽ നിന്നാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് കയറിയത് അല്ലേ. ഈ ലെവലിൽ സ്റ്റോക്ക് 0.618 എന്ന് പറയുന്നത് ഗോൾഡൻ ഫിബിൽ നിന്നാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്ത് നേരെ കയറിപ്പോയി. എന്നിട്ട് 0.5നെ ക്രോസ് ചെയ്ത് ഈ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അങ്ങനെ ക്ലോസിങ് സംഭവിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? സ്റ്റോക്കിനെ ഇൻറ്റേർണൽ സ്ട്രെങ്ത്ത് വീണ്ടും ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. കാര്യം സ്റ്റോക്ക് 0.5ന് മുകളിലാണ് ക്രോസ് ചെയ്തത്. സ്റ്റോക്ക് വീണ്ടും കയറിപ്പോയി സ്റ്റോക്ക്. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ലെവലിലെത്തുമ്പോൾ എന്താ സംഭവിച്ചത്? സ്റ്റോക്ക് വീണ്ടും പുൾ ബാക്കിലേക്ക് വന്നു അല്ലേ. ഈ ലെവലിൽ വീണ്ടും പുൾ ബാക്ക് വന്നു. അവിടെ എന്താ പുൾ ബാക്ക് വരാൻ കാര്യം? ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കൂ, ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കൂ. കണ്ട പ്രീവിയസ് ബ്രേക്കൗട്ട് സോണാണല്ലേ ഈ റെസിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് ഇവിടെ ബ്രേക്കൗട്ട് കൊടുത്തത്. ശരിക്കും എപ്പോഴും ശ്രദ്ധിക്കണം, പ്രീവിയസ് ബ്രേക്കൗട്ട് സോൺ ബ്രേക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം അത് നോർമൽ കേസിൽ ആ റെസിസ്റ്റൻസിനെ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ സപ്പോർട്ടായിട്ട് മാറും. അതിനെ പറയുന്ന പേരാണ് ലോ ഓഫ് പൊളാരിറ്റി. അതായത് പ്രീവിയസ് ബ്രേക്കൗട്ട് സോൺ, അതായത് പ്രീവിയസ് റെസിസ്റ്റൻസ് തിരിച്ച് സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുന്നു. ശരിക്കും ഇത് പ്രീവിയസ് റെസിസ്റ്റൻസ് ആയിരുന്നു. ഒരു പ്രാവശ്യം ഹിറ്റ് ചെയ്തു, തിരിച്ച് വീണ്ടും ഹിറ്റ് ചെയ്തു, മൂന്നാമത്തെ കേസിലാണ് കയറിപ്പോയത്. അത് തിരിച്ചു വന്നപ്പോഴത്തേക്കും സ്ട്രോങ് സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്തു. ശരിക്കും അവിടുന്ന് സപ്പോർട്ട് കൊടുത്തു, വീണ്ടും അവിടുന്ന് തന്നെ സപ്പോർട്ട് കൊടുത്തു. ശരി, എന്നിട്ട് സ്റ്റോക്ക് നേരെ കയറിപ്പോയി. സ്റ്റോക്ക് കയറിപ്പോയി പോക്ക് നോക്കുക. അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം,
പുൾ ബാക്ക് കംപ്ലീഷൻ കഴിഞ്ഞിട്ട് സ്റ്റോക്ക് കയറുന്ന ലെവലുണ്ടല്ലോ, ആ ലെവലിൽ പുൾ ബാക്ക് കംപ്ലീഷൻ, ഇവിടെ പുൾ ബാക്ക് കംപ്ലീറ്റ് ചെയ്തു, സ്റ്റോക്ക് തിരിച്ച് കയറുമ്പോൾ കമ്പൽസറി ആയിട്ട് വോളിയം സ്ട്രോങ് ആയിരിക്കണം. വോളിയം എന്താ കാണിക്കുന്നത്? സ്ട്രോങ് ഡിമാൻഡിനെ കാണിക്കുന്നത്. വോളിയം ഇല്ല എങ്കിൽ യു ഹാവ് ടു വെയിറ്റ്. ആക്ച്വലി ഡോണ്ട് ടേക്ക് റിസ്ക്. വോളിയം ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ കയറാവുള്ളൂ ശരിക്കും. ഈ ക്യാൻഡിൽ പുൾ ബാക്ക് കംപ്ലീഷൻ ക്യാൻഡിലാണ്. ആ ക്യാൻഡിൽ വോളിയം ഉണ്ടോ? ഇല്ല, വോളിയം വളരെ വീക്കാണ്. പക്ഷേ ഈ ക്യാൻഡിൽ സ്ട്രോങ് വോളിയം വന്നു കേട്ടോ, ആവറേജിന് മേളിൽ വോളിയം വന്നു. അതിൻ്റെ അടുത്ത ക്യാൻഡിൽ നോക്ക്, അതിനേക്കാളും വലിയ വോളിയം അടുത്ത ക്യാൻഡിൽ വന്നത്. അതിൻ്റെ അർത്ഥം എന്താ കാണിക്കുന്നത്? ബയർ ഡിമാൻഡിനെയാണ് കാണിക്കുന്നത്. മനസ്സിലാക്കുക. അപ്പോൾ പുൾ ബാക്ക് കംപ്ലീഷൻ എങ്ങനെയാണ് നമ്മൾ പഠിച്ചു. കംപ്ലീഷൻ എവിടെയാണ്? ഫിബ് ലെവലിലാകാം, EMA ലെവലിലാകാം, അല്ലെങ്കിൽ പ്രീവിയസ് ബ്രേക്കർ സോൺ ലെവലാകാം, ഡബിൾ ബോട്ടം സപ്പോർട്ടിലാകാം. ദർ ആർ സോ മെനി വേസ്. ട്രെൻഡ് ലൈനിൽ വേണമെങ്കിൽ സപ്പോർട്ട് എടുക്കാം. ദർ ആർ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് സപ്പോർട്ട്. അതിന് ശേഷം വരുന്ന ക്യാൻഡിൽ പുൾ ബാക്ക് കഴിഞ്ഞ് തിരിച്ച് കയറുന്ന ക്യാൻഡിൽ കമ്പൽസറി ആയിട്ട് വോളിയം ഉണ്ടായിരിക്കണം. വോളിയം ഇല്ലെങ്കിൽ ബയർ ഡിമാൻഡ് വീക്ക്നെസ്സിനെ കാണിക്കുന്നത്. വോളിയം ഡെവലപ്പ് ചെയ്യുന്നവരെ സേഫർ സൈഡിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കാം. നമുക്ക് രണ്ടാമത്തെ കാര്യം, ഇത് സാധാരണ ആൾക്കാർ ശ്രദ്ധിക്കാത്ത ഒരു ടൈം ഫ്രെയിം ഉണ്ട്. അതാണ് ഫോർവേഡ് ടൈം ഫ്രെയിം. ക്രിട്ടിക്കലുള്ള ടൈം ഫ്രെയിമാണ് ഫോർവേഡ് ടൈം ഫ്രെയിം. കാരണം ഫോർവേഡ് ടൈം ഫ്രെയിം നോർമലി നമുക്ക് ഡേ ടൈം ഫ്രെയിമിനോടൊപ്പം തന്നെയുള്ള ക്ലാരിറ്റി ഷെയർ ചെയ്യുന്നുണ്ട് ശരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം, സ്ട്രോങ് മൊമെൻറ്റമായിട്ടുള്ള സ്റ്റോക്കുകൾ നോർമൽ കേസിൽ ഫോർവേഡ് ടൈം ഫ്രെയിമിൽ വന്നിട്ട് പുൾ ബാക്ക് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് കയറി പോകും ശരിക്കും. സോ ഫോർവേഡ് ടൈം ഫ്രെയിം ഈസ് വൺ ഓഫ് ദി ക്രിട്ടിക്കൽ ടൈം ഫ്രെയിമാണ്. നിങ്ങൾ വീക്കിലിയോടൊപ്പം തന്നെ ഡെയിലിയോടൊപ്പം തന്നെ ഫോർവേഡും കൂടെ നിങ്ങൾ അനാലൈസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ക്ലാരിറ്റി കിട്ടും ശരിക്കും. നോർമൽ കേസിൽ ഫോർവേഡ് ടൈം ഫ്രെയിമിൽ പുൾ ബാക്ക് വരുമ്പോൾ സാധാരണ ഈ പുൾ ബാക്ക്സ് സാധാരണ സ്ട്രോങ് മൊമെൻറ്റം ആണെങ്കിൽ EMA 21 സാധാരണ സപ്പോർട്ട് എടുക്കും ശരിക്കും. നമുക്കൊരു EMA 21 ബാൻഡ് ഡിഫൈൻ ചെയ്യാം. അത് സാധാരണ ഫോർവേസിൽ സ്ട്രോങ് പുൾ ബാക്ക് ആണെങ്കിൽ 21 ബാൻഡിൽ എവിടെയെങ്കിലും വെച്ച് ഈ സാധനം കയറിപ്പോവും. നോർമൽ കേസാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ ബാൻഡ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഇനി നിങ്ങൾ കണ്ടല്ലോ, ഈ സ്റ്റോക്ക് ബെസ്റ്റായിട്ട് ട്രെൻഡ് ചെയ്ത് പോകുന്ന സ്റ്റോക്കാണ് അല്ലേ. പുൾ ബാക്ക് വന്നു, തിരിച്ചു വന്നു, സ്റ്റോക്ക് പുൾ ബാക്ക് ആക്സിലേഷനിൽ പോയി, കയറിപ്പോയി. ഇങ്ങനെ കയറി പോകുമ്പോൾ ശ്രദ്ധിക്കണം, നോർമലി ഇങ്ങനെ കയറുന്ന സ്റ്റോക്കുകൾ EMA 21 സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എങ്ങനെയാണ് EMA 21 നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? നമുക്ക് EMA 21 ഒരു ബാൻഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് EMA 21 ബാൻഡ് ഡെവലപ്പ് ചെയ്യുന്നത്? നിങ്ങൾ നേരെ നോക്കണം. 2 EMA നമുക്ക് എടുക്കാം. 2 EMA ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ സെറ്റിങ്സ് നമുക്ക് മാറ്റാം. ഇൻപുട്ട് നമുക്ക് 9 എന്നുള്ളത് 21 ആക്കാം. ആൻഡ് സോഴ്സ് എന്നുള്ളത് ശ്രദ്ധിക്കണം, സോഴ്സ് എന്നുള്ളത് ആദ്യത്തെ ഹൈ ആക്കാം ശരിക്കും. സ്റ്റൈൽ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു വൈറ്റ് കളർ കൊടുക്കാം, കുറച്ചുകൂടെ ഡാർക്കൻ ചെയ്യാം. അടുത്ത EMA എടുക്കുക, സെയിം തന്നെ. അവിടുന്ന് നമുക്ക് കളർ വൈറ്റ് കൊടുക്കാം. ദെൻ ഇൻപുട്ട് എന്നുള്ളത് ലെങ്ത്ത് 21 കൊടുക്കാം. സോഴ്സ് എന്നുള്ളത് നേരത്തെ ഹൈ എടുത്തുകൊണ്ട് ഇത് നമുക്ക് ലോ എടുക്കാം. സോ നമ്മുടെ ഇപ്പം നമ്മളൊരു EMA 21 ബാൻഡ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തു. സാധാരണ സ്ട്രോങ് ട്രെൻഡിങ് സ്റ്റോക്കുകൾ EMA 21 ബാൻഡിൽ വന്ന് സപ്പോർട്ട് എടുക്കും. നോർമലി ട്രെൻഡിങ് സ്റ്റോക്കുകളാണെങ്കിൽ നോക്ക്, ഇവിടെ വന്ന് ബാൻഡിൽ സപ്പോർട്ട് എടുത്തു, തിരിച്ചു വന്ന് ബാൻഡിൻ്റെ ബോട്ടം ലെവലിൽ സപ്പോർട്ട് എടുത്തു, ബാൻഡിൻ്റെ ടോപ്പിൽ സപ്പോർട്ട് എടുത്തു, ബാൻഡിൻ്റെ മിഡിലിൽ സപ്പോർട്ട് എടുത്തു, വീണ്ടും ബാൻഡിൻ്റെ ടോപ്പിൽ സപ്പോർട്ട് എടുത്തു. പോയി മൊമെൻറ്റം കഴിഞ്ഞു, സ്റ്റോക്ക് തിരിച്ച് ബാൻഡിലേക്ക് വന്നു, സപ്പോർട്ട് എടുത്തില്ല, ബാൻഡിൻ്റെ വെളിയിലേക്ക് പോയി സ്റ്റോക്ക്. സോ ഈ ലെവൽ മുതൽ ഈ ലെവൽ വരെ മൊമെൻറ്റം എന്ന് പറയുന്നത് ശരിക്കും സംതിങ് അറൗണ്ട് 790 രൂപ മുതൽ സംതിങ് അറൗണ്ട് 1440 രൂപ, സംതിങ് അറൗണ്ട് 2x ആണ് ശരിക്കും മൊമെൻറ്റം എന്ന് പറയുന്നത്. ശരിക്കും എത്ര ദിവസം കണ്ട മൊമെൻറ്റം ഡെവലപ്പ് ചെയ്തത്? ശരിക്കും ഹാർഡ്ലി 4 months കൊണ്ടാണ് മൊമെൻറ്റം ഡെവലപ്പ് ചെയ്തത് ശരിക്കും. ഇതാണ് നെക്സ്റ്റ് പോയിന്റ്. സ്ട്രോങ് സ്റ്റോക്കുകൾ, എക്സ്പെഷ്യലി ട്രെൻഡിങ് സ്റ്റോക്കുകൾ EMA 21 ബാൻഡിൽ ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യും മൊമെൻറ്റത്തിലാണെങ്കിൽ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇൻഡിക്കേറ്റേഴ്സ് ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് സ്റ്റോക്ക് അല്ല മാർക്കറ്റ് ഒരു സ്ട്രോങ് മൊമെൻറ്റത്തിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ. മൊമെൻറ്റം വീക്കാണെങ്കിൽ ഇൻഡിക്കേറ്ററിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും വീക്കാവും എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ RSI യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കണം, സ്റ്റോക്കിൻ്റെ പുൾ ബാക്ക് കഴിഞ്ഞുള്ള കേട്ടത്തിൽ 4 hours RSI മസ്റ്റ് ബി എബോവ് 60. RSI വാല്യൂ 60ക്ക് മേളിൽ 4 hours കമ്പൽസറി ആയിട്ട് വേണം. കാരണം പലപ്പോഴും സ്റ്റോക്ക് 60ക്ക് താഴെ പോയിട്ട് 60ലേക്ക് എത്തിയിട്ട് അവിടുന്ന് ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് താഴെ പോലുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് 4 hours ടൈം ഫ്രെയിമിൽ 60ക്ക് മേളിൽ RSI ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ സ്റ്റോക്കിനെ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ RSI 60ക്ക് മേളിൽ വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം ശരിക്കും. 4 hours പുൾ ബാക്ക് കംപ്ലീഷൻ സമയത്ത്, ഇതാണ് 4 hours പുൾ ബാക്ക് കംപ്ലീഷൻ സമയത്ത് RSI 4 hours മസ്റ്റ് ബി എബോവ് 60. ഇതെന്താ RSI 4 hours എവിടെ കിടന്നത്? 61.62. RSI 4 hours പുൾ ബാക്ക് കംപ്ലീഷൻ സമയത്ത്
കമ്പൾസറി ആയിട്ട് 60 മുകളിലായിരിക്കണം. എങ്കിലേ സ്റ്റോക്കിൻ്റെ മൊമെൻറ്റം അവിടെ നിന്നാണ് ഒരു മൊമെൻറ്റം പുഷ് വരുന്നത് സ്റ്റോക്കിൽ. മനസ്സിലായി? RSI വെച്ചാൽ മൊമെൻറ്റം ഇൻഡിക്കേറ്ററാണ്. അത് 4 hours വിൽ ഗിവ് ദി ക്ലാരിറ്റി ആക്ച്വലി. 4 hours 60 മുകളിലാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു മൊമെൻറ്റം പുഷ് എക്സ്പെക്റ്റ് ചെയ്യാം ശരിക്കും. മനസ്സിലായി? അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ സ്റ്റോക്കിൽ കണ്ടത് ശരിക്കും. മൊമെൻറ്റം പുഷ് കൊടുത്ത 40% ആകട്ടോ. 4 days 5 days കൊണ്ട് ക്ലോസ് ടു 40% ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തത്. കുറച്ച് പഴയ സ്റ്റോക്ക്, കുറച്ച് പഴയതാണ്, ഒരു 6-7 മാസം മുമ്പിലത്തെ ഒരു ചാർട്ടാണ് ഈ കാണുന്നത്. സോ RSI 4 hours പുൾ ബാക്ക് കംപ്ലീഷൻ ടൈമിൽ എന്താ പറയണ്ടേ, ഒരു സ്ട്രോങ് ക്യാൻഡിൽ ഫോം ചെയ്താൽ അതിൻ്റെ RSI മസ്റ്റ് ബി എബോവ് 60. അതുപോലെ തന്നെ നിങ്ങൾ ഈ ലെവൽ നോക്ക്, ഈ ലെവൽ ഞാൻ നോട്ട് ചെയ്തിരിക്കാം. ഇതാണ് 4 hours. നമുക്ക് ഡെയിലിയിലേക്ക് നോക്കാം. ആ ക്യാൻഡിൽ ഡെയിലിയിലെത്തിയപ്പം RSI 71 ആണ് ശരിക്കും. കമ്പൾസറി ആയിട്ട് ശ്രദ്ധിക്കണം, പുൾ ബാക്ക് കഴിഞ്ഞ് ഒരു സ്റ്റോക്ക് മുകളിലേക്ക് കയറാൻ നേരത്ത് ഡെയിലിയിൽ RSI 60 മുകളിലാണ് എങ്കിൽ അതിൻ്റെ RSI മസ്റ്റായിട്ട് വീക്കിലിയിലും മന്ത്ലിയിലും 60 മുകളിൽ ആയിരിക്കണം ബെസ്റ്റ് മൊമെൻറ്റം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശരിക്കും. പുൾ ബാക്കിൽ സ്റ്റോക്ക് ബൗൺസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത് കോൺഫിഡൻസിലാണ്. കോൺഫിഡൻസ് എന്ന് വെച്ചാൽ 2 ക്രിട്ടിക്കലായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സംഗമ സ്ഥാനത്തിനാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ EMA 21 ഫിബോനച്ചിയും കൂടെ ചേരുന്നൊരു പോയിൻ്റ് ആകാം അത്, അല്ലെങ്കിൽ EMA 21 വേറെ ഏതെങ്കിലും ഇൻഡിക്കേറ്ററും കൂടെ ചേരുന്നൊരു പോയിൻ്റ് ആകാം, അല്ലെങ്കിൽ EMA 21 ട്രെൻഡ് ലൈനും കൂടെ ചേരുന്നൊരു പോയിൻ്റ് ആകാം, അല്ലെങ്കിൽ EMA 21 അല്ല പ്രീവിയസ് ബ്രേക്കൗട്ട് സോണും കൂടെ ചേരുന്ന സോണാകാം, അല്ലെങ്കിൽ EMA 55 പ്രീവിയസ് ബ്രേക്കൗട്ട് സോണും കൂടെ ചേരുന്ന ഒരു പോയിൻ്റ് ആകാം. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് EMA ഡിഫറെൻറ്റ് ലെവൽസിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു പുൾ ബാക്കിൻ്റെ കംപ്ലീഷനിൽ കോൺഫിഡൻസ് കണ്ടുപിടിക്കാനായിട്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിയോളൂ. അടുത്ത നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് കോൺഫിഡൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. പുൾ ബാക്ക് കംപ്ലീഷൻ ഏതെങ്കിലും കോൺഫിഡൻസ് സോണിലാണെങ്കിൽ അവിടുത്തെ ബൗൺസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ എന്താണ് കോൺഫിഡൻസ് സോൺ? കോൺഫിഡൻസ് സോൺ എന്ന് പറയുന്നത് 2 ക്രിട്ടിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ 2ൽ കൂടുതലായിട്ടുള്ള ക്രിട്ടിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സംഗമസ്ഥാനമാണ് കോൺഫിഡൻസ് സോൺ എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടുത്തെ സ്റ്റോക്ക് ഈ ലെവലിൽ നിന്ന് പിക്ക് ചെയ്ത് പോയി, അല്ലെങ്കിൽ ഈ ലെവലിൽ നിന്ന് പിക്ക് ചെയ്താണ് നേരെ കയറി പോകുന്നത് ശരിക്കും. സ്റ്റോക്ക് ഇവിടെ ഈ ലെവലിൽ നിന്നും സ്റ്റോക്ക് നേരെ പുൾ ബാക്ക് വന്നു, അടുത്ത പുൾ ബാക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു, അവിടെ നേരെ അടുത്ത പുൾ ബാക്ക് വന്നു, കയറി പുൾ ബാക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു, റൊട്ടേറ്റിംഗ് കിട്ടി ശരിക്കും. നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ ഒരു പാർട്ട് വർക്ക് ചെയ്യുന്നത് ശരി, ഇത് അതും EMA 20 ഇടാം ശരിക്കും. സോ EMA 20 ബൗൺസ് കിട്ടിയ സ്റ്റോക്കിന് ദാറ്റ്സ് ഫൈൻ, വെൽ ആൻഡ് ഗുഡ്. നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫിബും കൂടെ വർക്ക് ചെയ്ത് നോക്കാം, ഫിബ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. സോ ഇതാണ് ഫിബിൻ്റെ ലെവൽ. നമ്മൾ ഫിബിൻ്റെ ലെവലിൽ നിന്ന് തുടങ്ങി ഫിബിൻ്റെ ലെവൽ നമ്മൾ ആ ലെവൽ വരെ നമ്മളെത്തി. നോക്കാം എന്താ സംഭവിച്ചത്. പക്ക ഫിബ് ലെവലിൽ കോൺഫിഡൻസ് EMA 20 കൂടെ ചേർത്തപ്പോഴത്തേക്കും അവിടുന്ന് സ്റ്റോക്കിന് ഒരു എക്സലൻറ്റ് ബൗൺസ് കിട്ടി. ഈ ഫിബ് ലെവൽ എന്ന് പറയുന്നത് എത്രയാ? 0.382 ലെവലാണ്. 0.382 ലെവലും EMA 20 കൂടെ ചേരുമ്പോൾ അവിടെ ഭയങ്കര പവർ ക്രിയേറ്റ് ചെയ്ത് ആ പവറിൽ നിന്നും സ്റ്റോക്കിന് ബൗൺസ് കിട്ടി, സ്റ്റോക്ക് നേരെ കയറിപ്പോയി ശരിക്കും. അപ്പം ഈ കോൺഫിഡൻസ് എന്നുള്ള കൺസെപ്റ്റിന് 2 ഇൻഡിക്കേറ്റർ മിനിമം വേണം, 2ൽ കൂടെ എത്ര വേണം വരാൻ കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് EMA 20 ഫിബ് മാത്രമേ കാണിച്ചുള്ളൂ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺഫിഡൻസസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഏത് വേണം നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സിനെ വെച്ച്, നിങ്ങൾ ഉപയോഗിക്കുന്ന ടൈം ഫ്രെയിമിനെ വെച്ച് ദർ ആർ സോ മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കുന്നത് ഡെയിലി ടൈം ഫ്രെയിമിലാണ്. ഇത് തന്നെ 4 hours വർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വീക്കിലിയിൽ കണ്ടുപിടിക്കാൻ സാധിക്കും കോൺഫിഡൻസസ് എന്ന് വെച്ചാൽ പവർഫുൾ സോൺസിനെയാണ് കോൺഫിഡൻസ് എന്ന് പറയാം. എങ്ങനെയാണ് പവർഫുൾ സോൺ ആകുന്നത്? മിനിമം 2 ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒരു ചേരുന്ന സ്ഥലം, സംഗമസ്ഥാനം 2ൽ കൂടുതൽ വന്നാൽ കൂടുതൽ പവർഫുള്ളാണ്. മനസ്സിലായോ? ചിലപ്പം ഈ ട്രെൻഡ് ലൈനും എന്താ പറയുക ഫിബും കൂടെ വരാം, അല്ലെങ്കിൽ ട്രെൻഡ് ലൈനും EMA 20 കൂടെ വരാം, അല്ലെങ്കിൽ ദർ ആർ സോ മെനി കൺസെപ്റ്റ്സ് യു ക്യാൻ യൂസ്. പിവറ്റ് പോയിന്റ് ആയിട്ട് വരാൻ സാധിക്കും. മനസ്സിലായോ? ഇറ്റ്സ് അപ് ടു യു ടു ഡിസൈഡ് ഏതെല്ലാം കോൺഫിഡൻസസ് ആണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് ശരിക്കും. പുൾ ബാക്ക് കംപ്ലീഷൻ ക്യാൻഡിലാണ് നെക്സ്റ്റ് കാര്യം. പുൾ ബാക്ക് കംപ്ലീഷൻ ക്യാൻഡിൽ എന്ന് പറയുന്നത് സ്ട്രോങ് ക്യാൻഡിൽ ആയിരിക്കണം, സ്ട്രോങ് വോളിയം ഉണ്ടായിരിക്കണം. നോർമലി നമ്മൾ നോക്കുന്നത് മൊമെൻറ്റം ക്യാൻഡിൽസ് ആകാം, അല്ലെങ്കിൽ എന്താ പറയണ്ടത് ബുള്ളിഷ് എൻഗൾഫിംഗ് ആകാം, അല്ലെങ്കിൽ ഹാമർ ക്യാൻഡിലാകാം. എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മുകളിലേക്കാണെങ്കിൽ സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിലായിരിക്കണം. ആ ക്യാൻഡിൽ മൊമെൻറ്റം ഉണ്ടായിരിക്കണം. ആ ക്യാൻഡിൽ കമ്പൾസറി ആയിട്ട് എന്താ പറയണ്ടത് വോളിയം ഉണ്ടായിരിക്കണം. പുൾ ബാക്ക് കംപ്ലീഷൻ ക്യാൻഡിൽ ഈ ചാർട്ട് നോക്കൂ നിങ്ങൾ. പുൾ ബാക്ക് ഈ ലെവലിൽ നിന്നും ഇത്രയും ലെവൽ വന്നതിന് ശേഷം സ്റ്റോക്ക് EMA 21 സപ്പോർട്ട് എടുത്തു ശരിക്കും. ഞാൻ പറഞ്ഞില്ല, സ്ട്രോങ് ട്രെൻഡിങ് സ്റ്റോക്ക് ആണെങ്കിൽ EMA 21 സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സപ്പോർട്ട് എടുത്തിട്ട് ഒരു ബ്യൂട്ടിഫുൾ ക്യാൻഡിൽ, ഈ ക്യാൻഡിൽ സംതിങ് 9.36% ആണ്. സ്ട്രോങ് ക്യാൻഡിൽ വന്നിട്ട് സ്റ്റോക്ക് വീണ്ടും അവിടെ നിന്ന് ഒറ്റ കയറ്റം കയറ്റി ശരിക്കും. ആ ക്യാൻഡിൽ
ഇതൊരു മൊമെൻറ്റം ക്യാൻഡിലാണ്, ഒരു സ്ട്രോങ് ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലാണ്. അതിനു മുമ്പുള്ള ഏകദേശം 10-12 ക്യാൻഡിൽസിനെയാണ് ഈ ഒരൊറ്റ ബുള്ളിഷ് ക്യാൻഡിൽ എൻഗൾഫ് ചെയ്തിരിക്കുന്നത്. സ്ട്രോങ്ങസ്റ്റ് ക്യാൻഡിൽ വിത്ത് സ്ട്രോങ് വോളിയം ആക്ച്വലി. സോ ഇങ്ങനത്തെ ക്യാൻഡിൽ വിത്ത് വോളിയം കിട്ടുവാണെങ്കിൽ നമ്മുടെ കൺവിക്ഷൻ ലെവൽ കൂടും. ശരിക്കും എപ്പോഴും ഒരു പുൾ ബാക്കിൽ നിന്ന് തിരിച്ചു കയറാൻ നേരത്ത് വി ആൾവേസ് ലുക്ക് ഫോർ സ്ട്രോങ് ക്യാൻഡിൽ വിത്ത് സ്ട്രോങ് വോളിയം. ശരിക്കും കാര്യം ക്യാൻഡിലും വീക്കാണ്, വോളിയം വീക്കാണെങ്കിൽ ബയർ അവിടെ കൺഫ്യൂസ്ഡ് ആണ്. ശരിക്കും ബയർ സ്ട്രെങ്ത് ആയിട്ട് വന്നാൽ മാത്രമേ അവിടുന്ന് സ്റ്റോക്ക് കയറി പോകത്തുള്ളൂ. ശരിക്കും ബയർ സ്ട്രെങ്ത് ആവുന്നവരെ നമ്മൾ കാത്തിരിക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടുപോകണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ 5 പോയിൻറ്റ്സും ഈ വീഡിയോ പറഞ്ഞ 5-6 പോയിൻറ്റ്സും നിങ്ങൾ മസ്റ്റായിട്ട് വർക്ക് ചെയ്യണം. നിങ്ങൾ കുറേ ചാർട്ട്സ് നിങ്ങൾ വർക്ക് ചെയ്യണം. പല ചാർട്ട്സിലും വർക്ക് ചെയ്യുമ്പം പലയിടത്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകാം. ശരിക്കും അത് പഠനത്തിൻ്റെ ഒരു സ്റ്റേജാണ്. ശരിക്കും എവിടെയെങ്കിലും നിങ്ങൾ സ്റ്റക്കപ്പായാൽ നിങ്ങൾ എനിക്ക് മെയിൽ ചെയ്യുക. തീർച്ചയായും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ മെയിൽ ID prosip23@gmail.com എന്നുള്ളതാണ്. നിങ്ങൾ ആ ചാർട്ടും കൂടെ വെച്ച് വേണം എനിക്ക് മെയിൽ ചെയ്യാനായിട്ട്. എങ്കിലേ എനിക്കത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യത്തുള്ളൂ നിങ്ങൾ ഏത് ലെവലിലാണ് വർക്ക് ചെയ്യുന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ അവസാനത്തെ പാർട്ട് ബേസിക്കലി പറയാനാണെങ്കിൽ ഒരു 50-60 പോയിൻറ്റ്സ് ഷെയർ ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കൂടെ കൺഫ്യൂസ്ഡ് ആയി വരും. സോ ഒരു 15 പോയിൻറ്റ്സ് നിർത്താമെന്ന് ഞാൻ തൽക്കാലം വിചാരിക്കുന്നു. നെക്സ്റ്റ് പാർട്ട്, അതായത് ലാസ്റ്റ് പാർട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് കാണാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്.